തകർപ്പൻ ജയത്തോടെ സ്പെയിൻ യൂറോ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ. പ്രീ ക്വാർട്ടറിൽ ജോർജിയയെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. സ്പെയിൻ്റെ ആധിപത്യം കണ്ട മത്സരത്തിൽ ജോർജിയയാണ് ആദ്യം ലീഡെടുത്തത്. 18-ാം മിനിറ്റിൽ ജോർജിയൻ കൗണ്ടർ അറ്റാക്ക് ഒരു ഓൺ ഗോളിലൂടെ അവർക്ക് ലീഡ് സമ്മാനിച്ചു. എന്നാൽ തുടർന്ന് ഗോൾ തിരിച്ചടിക്കാൻ സ്പാനിഷ് പട ആക്രമണം അഴിച്ചുവിട്ടു. മത്സരത്തിന് 39-ാം മിനിറ്റിൽ സ്പെയിൻ സമനില ഗോൾ കണ്ടെത്തി. നിക്കോ വില്യംസിന്റെ പാസിൽ നിന്ന് ലോങ് റേഞ്ച് ഷോട്ടിലൂടെ റോഡ്രി പന്ത് വലയിലെത്തിച്ചു. 1-1 ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 51-ാം മിനിറ്റിൽ യമാലിന്റെ മനോഹരമായ ക്രോസിൽ നിന്നും ഹെഡറിലൂടെ ഫാബിയൻ റൂയിസ് സ്പെയിനിനെ മത്സരത്തിൽ മുന്നിലെത്തിച്ചു. 75-ാം മിനിറ്റിൽ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് മൈതാന മധ്യത്തിൽ നിന്ന് ഫാബിയൻ റൂയിസിൽ നിന്ന് ലഭിച്ച പന്തുമായി കുതിച്ച നിക്കോ വില്യംസ് ഗംഭീര ഫിനിഷിലൂടെ സ്പെയിൻ്റെ 3-ാം ഗോളും നേടി. 83-ാം മിനിറ്റിൽ ഡാനി ഓൾമ സ്പെയിൻ്റെ 4-ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. മത്സരത്തിൽ ജോർജിയൻ ഗോൾ കീപ്പറുടെ മികച്ച എണ്ണം പറഞ്ഞ സേവുകളാണ് ഗോളെണ്ണം 4-ൽ നിർത്തിയത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 76% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച സ്പെയിൻ 35 ഷോട്ടുകളാണ് തൊടുത്തത്. 13 ഷോട്ട് ഓൺ ടാർഗറ്റ്. 794 പാസുകൾ 94% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. 4 ഷോട്ടുകൾ മാത്രമാണ് ജോർജിയ മത്സരത്തിൽ തൊടുത്തത്. ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നില്ല. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ ജർമ്മനിയാണ് സ്പെയിൻ്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.